ഗൈസ്, ഈ ജീവിതം ഒരു വട്ടമാണ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. തുടക്കകാലത്ത് നമ്മൾ വയറുള്ള ഇയർഫോൺ ഉപയോഗിച്ചു, പിന്നീട് നമ്മൾ വയറുള്ള നെക്ക് ബാൻഡ് ഉപയോഗിച്ചു, പിന്നീട് വയറേ ഇല്ലാത്ത ട്രൂ വയർലെസ് ഇയർഫോണിലേക്ക് മാറി. ഇപ്പോൾ കാലചക്രം ചുറ്റി വീണ്ടും ആൾക്കാർ ഇതേ വയേർഡ് ഇയർഫോണിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ സാധനത്തിന് എന്താ ഹൈപ്പ് എന്നറിയൂ? ഇതാണ് ഇപ്പൊ ഹൈപ്പ് കൂടി നിൽക്കുന്ന IEM എന്ന് പറഞ്ഞാൽ ഇൻ ഇയർ മോണിറ്റർ. എത്രത്തോളം ഹൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ വീഡിയോ ഇട്ടാ അതിന്റെ ഇടയിൽ കുറെ ആൾക്കാർ വരും, ബ്ലൂടൂത്ത് ഇയർഫോൺ നീയൊക്കെ ആദ്യം IEM ട്രൈ ചെയ്യടാ എന്നിട്ട് വന്ന് ഇതിനെപ്പറ്റി പറയടാ എന്നൊക്കെ. സോ എന്ത് കുന്തമാണ് ഈ സാധനത്തിൽ അത്രമാത്രം ഉള്ളത്? പൊതുവേ ഈ സാധനത്തിന് ഇത്രമാത്രം ഹൈപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഇയർഫോണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി ഒരു രക്ഷ ഉണ്ടാവില്ല. പാട്ട് ഒരു മ്യൂസിക് കമ്പോസർ എങ്ങനെയാണോ ഉണ്ടാക്കി കേൾക്കാൻ ഉദ്ദേശിച്ചത് അതേപോലെ കേൾക്കാനായിട്ട് ഇതിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ കാര്യം ഒരു അഡ്വാൻറ്റേജ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓഡിയോ ഫയൽസ് ഇപ്പം തന്നെ തെറി പറയും, പക്ഷേ ഫ്രം എ കോമൺ കൺസ്യൂമർ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ഞാൻ വാങ്ങിയിരിക്കുന്ന സാധനം ഇതാണ്, KZ Caster Pro. ഇതിന് ഏകദേശം ഞാൻ 1852 രൂപയാണ് കൊടുത്തത്. ഉള്ളതിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു IEM ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹെർമാൻ ടാർഗറ്റ് ആണ്, അതാണ് മറ്റാണ് മറിച്ചാണ്. ബേസിക്കലി ഉള്ളതിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് എന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങി. പക്ഷെ ഇത് വാങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്, കണ്ടില്ലേ ഇതിന്റെ കൂടെ വരുന്ന വയർ ഇതൊരു 3.5 mm ജാക്കാണ്. ഇതെടുത്ത് ഈ ഫോണിൽ കുത്താൻ പറ്റില്ലല്ലോ. സോ ഈ USB-C കൂടെ 3.5 mm കുത്താനായിട്ടുള്ള അഡാപ്റ്റർ വാങ്ങിക്കണം. കണ്ട അഡാപ്റ്റർ ഒന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഈ ഇയർഫോണുകളിൽ നല്ലപോലെ സൗണ്ട് കേൾക്കാനായിട്ടുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ അഥവാ DAC തന്നെ വാങ്ങിക്കണം. ആൻഡ് ആപ്പോ ഇപ്പോൾ DAC ഒന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഇതിനകത്ത് ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നല്ല ചിപ്പുള്ള DAC മേടിച്ചാലേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഏകദേശം ഞാനൊരു 541 രൂപ മുടക്കി ഇത് ഈ ഒരു ഓഡിയോ കുലാറിന്റെ DAC വാങ്ങി. പ്രത്യേകത ഇതിനകത്ത് റിയൽ ടെക്കിന്റെ ചിപ്പ് ഉണ്ട് എന്നൊക്കെയാണ്. എനിവേ അപ്പോൾ മൊത്തം 2363 രൂപയായി. സാധനം എത്തി ബോക്സ് ഞാൻ ഇങ്ങനെ തുറന്നപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇയർഫോൺ ഉണ്ടായത്. ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഇയർഫോൺ വരുന്നത്. ഇതിന്റെ വയറും സെപ്പറേറ്റ് ആണ്, രണ്ടും ബോക്സിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് അസംബിൾ ചെയ്യണം. ഈ വളഞ്ഞിരിക്കുന്ന സാധനം കണ്ടില്ലേ, ഇതേപോലെ രണ്ട് സൈഡിലും ഉണ്ട്. മൈക്കുള്ള സൈഡ് റൈറ്റ്, മൈക്ക് ഇല്ലാത്ത സൈഡ് ലെഫ്റ്റ്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇത്തരത്തിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ലെഫ്റ്റും റൈറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സാധനം. സംഭവം നല്ല സോളിഡ് മെറ്റാലിക് ആണ്, ഹെവി ആണ്. കണ്ടു കഴിഞ്ഞാലും കയ്യിലെടുത്താൽ തന്നെ പ്രീമിയം. ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കി. ഇതിന്റെ ഉള്ളിൽ ഓരോ ഡ്രൈവറും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഒരു പക്ക പ്രൊഫഷണൽ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സിം ടൂൾ കിട്ടും. സിം ഇടാൻ വേണ്ടിയല്ല, സൈഡിൽ ഇത് 1 2 3 4 എന്ന് കാണുന്നില്ലേ, ഇതെന്താന്ന് വെച്ചാൽ ഇക്വലൈസർ ആണ്. ഈ സിം ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ പൊക്കിയും താഴ്ത്തുകയും ചെയ്യാം. അപ്പൊ പൊക്കി കഴിഞ്ഞാൽ ഓൺ ആണ്, താഴെയാക്കിയാൽ ഓഫ് ആണ്. സോ 1 ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ബേസ് കൂടും, 2 ഓൺ ആക്കി കഴിഞ്ഞാൽ മിഡ്സ് കൂടും, അതേപോലെ 4 ഓൺ ആക്കി കഴിഞ്ഞാൽ ട്രിപ്പിൾ കൂടും. അതായത് നമ്മൾ ഫോണിൽ സോഫ്റ്റ്വെയറിൽ ഇക്വലൈസർ ചെയ്യില്ല, അത് സോഫ്റ്റ്വെയറിൽ ചെയ്യാണ്ട് നമുക്ക് ഇയർഫോണിൽ തന്നെ ഹാർഡ്വെയർ ലെവലിൽ ചെയ്യാം. രണ്ടെണ്ണത്തിൽ ഈ സാധനം ഉണ്ട്, രണ്ടെണ്ണത്തിലും ഞാൻ ബേസ് ഒക്കെ കൂട്ടിയിട്ടുള്ള മോഡലാണ് വെച്ചത്. ഇനി ഇതിന്റെ വയർ ഒരു രക്ഷയില്ല, നല്ല പ്രീമിയം ക്വാളിറ്റി വയർ ആണ്. ഉള്ളിലുള്ള ആ ഒരു കോപ്പർ വയറിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇതാണ് അറ്റത്തിൽ കണക്ടർ വരുന്നത്. ഒരു ഗോൾഡൻ പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഗോൾഡൻ പ്ലേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇനി ഇതെങ്ങനെ ചെവിയിൽ വെക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഈ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വളഞ്ഞാലിരിക്കുന്നത് ഈ ചെവിയുടെ പുറകെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചെവിക്കുള്ളിൽ ഇങ്ങനെ വെക്കണം. എവിടെ കണ്ടോ, ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഇനി ഇപ്പുറത്തെ സൈഡിലും ഇതേമാതിരി നമ്മൾ ഇത് വെച്ചിട്ട് ചെവിയുടെ പുറകെ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ പുള്ളി ചെയ്യണം. അപ്പോൾ ഇതേപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ചെവിക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആകുമോ ഇല്ലയോ നോക്കുക. അല്ലെങ്കിൽ എക്സ്ട്രാ ഇയർ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടും. ലാർജ് ഞാൻ വെച്ച് നോക്കി ചെവി കയറുന്നില്ല, സ്മോൾ ഞാൻ വെച്ച് നോക്കി ചെവി നൂരി പോകുന്നു, ഉള്ള മീഡിയം ആണ് കറക്റ്റ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം നമ്മുടെ DAC ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇത് കുത്തണം. ബേസിക് സ്റ്റെപ്സ്. അത് കഴിഞ്ഞ് ഈ സാധനം എടുത്തിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇത്രയും ഭാഗം വരെ പക്കയായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റി. ബേസിക്കലി ഈ IEM ഇത്രത്തോളം ഹൈപ്പ് യൂട്യൂബിൽ കണ്ട് എൻ്റെ മൈൻഡിൽ IEM കേട്ട് കഴിഞ്ഞാൽ അതാണ് വേറെ ലെവൽ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിൽ യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ആക്കിയിട്ട് പാട്ട് വെച്ചു. പാട്ട് വെച്ച് കേട്ടപ്പോഴാണ് അയ്യേ ഇതെന്താ ഇങ്ങനെ കേൾക്കുന്നത്, എന്തോ ഒരു സുഖമില്ല. ഞാൻ വേറെ പാട്ട് നോക്കി, പാട്ടുകൾ പലതും മാറ്റി നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഇങ്ങനൊന്നും അല്ലല്ലോ ഈ യൂട്യൂബിൽ ഈ പാട്ട് കേട്ടോണ്ടിരുന്നത് എന്നുള്ള ഫീലായി. ഞാനപ്പോൾ വിചാരിച്ചു യൂട്യൂബ് മ്യൂസിക്കിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു. ആപ്പിൾ മ്യൂസിക് വെച്ച് നോക്കാം. അപ്പോൾ ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ തീർന്നു. പിന്നുള്ളത് ആമസോൺ മ്യൂസിക്കാണ്. ആമസോൺ മ്യൂസിക്കിൻ്റെ അകത്ത് ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുമായിരുന്നു. വേറെ 2 ഇയർഫോൺ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായി, ഏത് TWS. അതിൽ കേട്ട് വെച്ച പാട്ട് ഞാൻ പിന്നെ ഇതിനകത്ത് പ്ലേ ചെയ്തപ്പോണ്ടല്ലോ, അയ്യേ ആമസോൺ മ്യൂസിക്കിൽ ഇത്ര പൊട്ട ക്വാളിറ്റിയിലുള്ള മ്യൂസിക് ആണോ എന്നുള്ളൊരു തോന്നൽ. അതായത് ബാസ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, മിഡ്സ് ഇല്ല, വോക്കലിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. എന്തോ നമ്മുടെ പാട്ട് നോർമലി ഉള്ളൊരു കൺസ്യൂമർ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്, നല്ല ബും എന്ന് പറഞ്ഞ ബേസ് വേണം, അത്യാവശ്യം മിഡ്സ് വേണം, നല്ല വോക്കൽസ് ഒക്കെ വേണം, ഒരു രസം ഉണ്ടാവില്ല കേൾക്കാനായിട്ട്. ഇത് കേട്ടപ്പോണ്ടല്ലോ
രസമായിട്ടല്ല എനിക്ക് തോന്നിയത്. അതായത് എന്തോ അതിനകത്തുള്ള ഓഡിയോയിലുള്ള ഓരോ തരിമണികളില്ല, അതായത് ചെറിയ ചെറിയ ഈ സ്റ്റാറ്റിക്കിൻ്റെ സൗണ്ടുകൾ, നോയ്സ്, ശരിക്കും പറഞ്ഞാൽ ആമസോൺ മ്യൂസിക്കിലുള്ള ആ ഓഡിയോയ്ക്ക് ഇത്ര മോശം ക്വാളിറ്റി ആണോ എന്നുള്ള രീതിയിൽ തോന്നിക്കപ്പെട്ടു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമില്ലേ IEM, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാട്ടുണ്ടല്ലോ, പാട്ടിനെ എന്താ പറയുക ഭയങ്കര പ്രൊഫഷണലായിട്ട് കേൾക്കുക എന്നുള്ള പരിപാടിയാണ്. അതായത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ഫയൽ, ഫ്ലാക്ക് ഫയൽ എന്നൊക്കെ പറയും. ഒരു പാട്ടിനൊക്കെ ഏകദേശം 200-300 MB വരെയൊക്കെ വരാം. ഈ ഫ്ലാക്ക് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വെച്ചതിന് ശേഷം ഈ ഇയർഫോൺ വെച്ച് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഓരോ ചെറിയ സ്ട്രിങ്ങുകൾ വരെയും ഇതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അത്ര പെർഫെക്ഷനിൽ ഈ പെർഫെക്ഷൻ കൂടി പോകുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ആ ഒരു ഹൈ ക്വാളിറ്റി ഫ്ലാക്ക് ഫയൽ നിങ്ങളുടെ കയ്യിലില്ല. നോർമലി നിങ്ങൾ എടുക്കുന്ന സ്ട്രീമിംഗ് സർവീസസിലാണ് കേൾക്കുന്നതെങ്കിൽ അതൊക്കെ ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ലോസ്ലെസ്സിൽ വരുന്നത്. അല്ലാത്ത പക്ഷം അത്ര ഹൈ ക്വാളിറ്റി ഓഡിയോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നുള്ളപ്പോൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഈ ഷോറൂമിൽ പോയിട്ട് 4K TV അല്ലെങ്കിൽ 8K TV കാണുമ്പോൾ എൻ്റെ അമ്മ എന്ത് രസമാണ് അവിടുത്തെ വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4K TV വീട്ടിൽ കൊണ്ട് മേടിച്ച് വെക്കും. വീട്ടിൽ വന്നിട്ട് ഏഷ്യാനെറ്റിന്റെ മറ്റേ സെറ്റ് ടോപ്പ് ബോക്സിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ദൂരദർശൻ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അത്രയും വലിയ സ്ക്രീനിൽ അത്രയും ക്ലാരിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ദൂരദർശൻ വെക്കുമ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെ കാണുന്നതെന്ന് തോന്നില്ലേ? സെയിം ഫീലാണ് ഈ സാധനം വെക്കുമ്പോൾ. ശരി പോട്ടെ, മ്യൂസിക് സ്ട്രീമിംഗ് സർവീസസ് വിട്, സിനിമ കണ്ടു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ സിനിമ കണ്ടു. ഹോട്ട്സ്റ്റാറിൽ കണ്ടു. ഹോട്ട്സ്റ്റാറിൽ എൻ്റെ കയ്യിലുള്ള ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അല്ല, അത്ര ടയർ അല്ല എന്നുള്ളതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി പോരാ. നെറ്റ്ഫ്ലിക്സിൽ കണ്ടു നോക്കി 720p സബ്സ്ക്രിപ്ഷൻ ആണ്, അതിനകത്ത് ഓഡിയോ ക്വാളിറ്റി അത്രയ്ക്കില്ല. ആകെ ഉണ്ടായത് സോണി ലെവൽ മാത്രമാണ് എനിക്ക് 4K ആ ഡോൾബി സംഭവത്തിലൊക്കെ. അതിനകത്ത് കേട്ട് നോക്കിയപ്പോൾ ഓക്കെ. ബേസിക്കലി ക്ലാരിറ്റി കൂടിപ്പോയതിൻ്റെ പ്രശ്നം എല്ലാവരും അനുഭവിക്കും. കാരണം ഒരു സാധാരണക്കാരനുണ്ടല്ലോ ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അത്ര ഒരു ഓഡിയോ ഫയൽ ആയിരിക്കണം. ഇപ്പം സപ്പോസ് ചെറിയൊരു മോക്കുരൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഫോണിലൊരു ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ നമ്മൾ ഫോണിൽ കാണുമ്പോൾ എന്താ രസമുണ്ട്, കമ്പ്യൂട്ടറിൽ ഇട്ടാൽ രസമുണ്ട്. ഇതേ ആളത്തിന് ഒരു മിറർലെസ് അല്ലെങ്കിൽ DSLR കൊണ്ട് ഫോട്ടോ എടുത്തു, DSLR ആ കുഞ്ഞ് സ്ക്രീനിൽ കാണുമ്പോൾ രസം ഉണ്ടാവും. അതെടുത്ത് കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓരോ കുരുകളും കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഇത് ഒരു രസമില്ല അല്ലേ, എൻ്റെ കുരുക്ക് കാണുന്നത് ഇതൊക്കെ അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരില്ലേ? പക്ഷെ അങ്ങനെയുള്ള സാധനം വേണം. പോസ്റ്റിൽ എഡിറ്റൊക്കെ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ സൂപ്പർ. പക്ഷെ ജനറൽ പബ്ലിക്കിന് അങ്ങനെ ആയിരിക്കുമോ? ഇല്ല, അവർക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പാടുന്ന ആളുടെ വോയിസ് അത്ര ഒരു സൂത്തിങ് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്കോ ഒക്കെ ആഡ് ചെയ്ത് ഡിലേ ഒക്കെ ആഡ് ചെയ്ത് ഓട്ടോ ട്യൂണൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുമ്പോൾ രസം ഉണ്ടാവില്ലേ? സപ്പോസ് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരങ്ങൾ പൂത്തു വീണു, പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഇപ്പൊ ഈ കേട്ട സാധനത്തിനെ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരങ്ങൾ പൂത്തു വീണു, പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ കേൾക്കാനൊരു സുഖമില്ലേ? അത് ഭേദമായിട്ട് തോന്നാൻ കാരണം നിങ്ങൾ സാധാ ഇയർഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ശോകമായിരിക്കും. സോ ബേസിക്കലി എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ ഹൈപ്പും കാര്യങ്ങളൊക്കെ കേട്ട് ഈ സാധനം നിങ്ങൾ പോയി മേടിക്കുവാണെങ്കിൽ അസാധ്യമായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ സ്ട്രീമിംഗ് സർവീസസ് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബൊക്കെ കാണാൻ വേണ്ടി ഇത് മേടിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഇപ്പോൾ അരിജിത് സിംഗിനൊക്കെ കണ്ടിട്ടില്ലേ, കൺസർട്ടിലൊക്കെ ഇത് ചെവിയിൽ വെച്ചേക്കണം. അങ്ങനെ ശരിക്കുമുള്ള ശബ്ദം എന്താണ് എന്ന് കേൾക്കാനുള്ളവർ, ഓഡിയോ എഡിറ്റ് ചെയ്യുന്നവർ, ഇപ്പോൾ പാട്ടൊക്കെ മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല, അതായത് എല്ലാ സ്പീക്കറിലും പാട്ട് ഒരേപോലെ കേൾക്കണമെങ്കിൽ എന്താണ് ആക്ച്വലി അവിടെ ഉള്ളത് എന്നറിയാൻ വേണ്ടി അങ്ങനത്തെ ആൾക്കാർ, ഇല്ലെങ്കിൽ പാട്ടിൻ്റെ ലുക്ക് ആൻഡ് കോർണർ വീഴുന്ന ഓരോ വെള്ളിയും ഓരോ സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കേട്ട് ആസ്വദിക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ, അവർക്കെല്ലാമാണ് ഈ പറയുന്ന IEM സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അല്ലാത്ത ഒരു സാധാരണക്കാരന് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓവർ കില്ലാണ് എന്ന് ഞാൻ പറയുള്ളൂ. സോ ദിസ് ഈസ് മൈ ഒപ്പീനിയൻ അബൌട്ട് IEM. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ബാഡ്. ഇപ്പം ഓഡിയോ ഫയൽസൊക്കെ വന്നിട്ട് തെറി വിളിക്കും. നിങ്ങൾക്ക് ഓഡിയോ ഫയൽസിന് ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്. ഫോർ എ കോമൺ പബ്ലിക് I would say കുറച്ച് imperfections are actually more enjoyable. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, bye bye.